കുട്ടീസ്, അരുണിമ മിസ് ആണേ. ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വേണ്ടി പോകുന്ന നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പോകുന്ന ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. ഹൈബ്രിഡൈസേഷനെ കുറിച്ച് ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അല്ലേ വരുന്നു പോവാറില്ല. അപ്പൊ ഹൈബ്രിഡൈസേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരുപാട് കൃഷി രീതികളെ കുറിച്ച് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കുന്നുണ്ട്. ബഡ്ഡിങ്, ലെയറിങ്, ഗ്രാഫ്റ്റിങ്. ഇതിലുള്ള വ്യത്യാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? കായിക പ്രജനനം അല്ലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന രീതികളാണ് ഈ മൂന്നെണ്ണം. എന്നാൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ ഗുണമേന്മയുള്ള മോർ ക്വാളിറ്റിയുള്ള സീഡ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പൊ ഈ ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഹൈബ്രിഡൈസേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഓർത്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ അല്ലെങ്കിൽ കൃത്രിമ പരാഗണമാണ്. എന്താണ് കൃത്രിമ പരാഗണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാധാരണ എങ്ങനെയാ പരാഗണം നടക്കുന്നത്? ത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന കുറെ ഏജൻസ് ഉണ്ട് അല്ലെ. വാട്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഹണി ബീസ് ഉണ്ട്, പൂമ്പാറ്റകളുണ്ട്. ഇവരൊക്കെ മുഖേനയാണ് എന്ത് ചെയ്യുന്നത്? പോളിനേറ്റിംഗ് ഏജൻസ് വഴി പരാഗണം നടക്കുന്നുണ്ട്. കാരണം അവിടെ എന്തില്ല, നമ്മൾ നിർണയിക്കുന്ന മദർ പ്ലാന്റ് അതേപോലെ തന്നെ ഫാദർ എന്നുള്ള രീതിയിലുള്ള ഇതൊന്നും ഇല്ല. അവിടെ എന്താണ്, എവിടെയാണോ പൂമ്പൊടി എടുക്കുന്നത് അവിടേക്ക് എന്ത് ചെയ്യാണ് നടക്കുകയാണ്. അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഗുണമേന്മയുള്ള വിത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ പ്രക്രിയ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാരന്റ് പ്ലാന്റ് രണ്ടും എന്തായിരിക്കണം? ഗുണമേന്മയുള്ളതായിരിക്കണം. അപ്പൊ രണ്ടും ഗുണമേന്മയുള്ളതാണെന്ന് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത ചെടികൾക്കിടയിൽ പരാഗണം നടക്കണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കണം. സോ അതുകൊണ്ടാണ് കൃത്രിമ പരാഗണമാണ് ഹൈബ്രിഡൈസേഷനിൽ നടക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത്. അപ്പൊ ഹൈബ്രിഡൈസേഷൻ നടക്കുന്ന സമയത്ത് എന്താണ്, ഏതാണ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ അത് ആ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഹൈബ്രിഡൈസേഷൻ ഇസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് ബൈ ആർട്ടിഫിഷ്യലി പോളിനേറ്റിംഗ് ടു പ്ലാന്റ്സ് വിച്ച് ഹാവ് സെയിം ക്വാളിറ്റി ആണോ ഡിഫറെന്റ് ക്വാളിറ്റി ആണോ, ഇങ്ങനെയുള്ള വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു വെക്കണേ. നോക്കിക്കേ, വിച്ച് ഹാവ് ഡിഫറെന്റ് ക്വാളിറ്റീസ് ബട്ട് ബിലോങ്ങിങ് ടു ദ സെയിം സ്പീഷീസ്. അതായത് ഒരേ വർഗത്തിൽപ്പെട്ട, രണ്ടും വെണ്ടയാണെങ്കിൽ രണ്ടും വെണ്ട, രണ്ടും തക്കാളി ആണെങ്കിൽ രണ്ടും തക്കാളി, രണ്ട് മുളകാണെങ്കിൽ രണ്ടും മുളക്. പക്ഷെ ഒരേപോലത്തെ മുളകുകളാണോ? അല്ല. ഒന്ന് ചുവന്ന മുളകാണെങ്കിൽ ഒന്ന് പച്ചമുളക്. അതായത് വെറൈറ്റീസ് ഉണ്ടാവണം. ഒന്ന് നീളം കുറഞ്ഞാണെങ്കിൽ ഒന്ന് നീളം കൂടിയത്, ഒന്ന് എരിവ് കുറഞ്ഞാണെങ്കിൽ ഒന്ന് എരിവ് കൂടിയത്. ഈ രീതിയിൽ എന്തെങ്കിലും വകഭേദങ്ങൾ ഉണ്ടാവണം. അല്ലെങ്കിൽ എന്താണ്, മെച്ചപ്പെട്ട ക്വാളിറ്റീസ് ഉണ്ടാക്കിയെടുക്കാനാണ്, മെച്ചപ്പെട്ട ക്വാളിറ്റിയുള്ള വിത്ത് ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ ഈ ടെക്നിക്ക് നടത്തുന്നതെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുമുള്ളതുമായിട്ടുള്ള രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ വർഗസങ്കരണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്താണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇതിനെയാണ് നമ്മൾ സങ്കരയിനം വിത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഹൈബ്രിഡ് സീഡ്സിന്റെ പേര് പഠിച്ചു വെക്കുക. ചില്ലിയുടെ ഹൈബ്രിഡ് സീഡ് ഏതൊക്കെയാണ്, അതേപോലെ തന്നെ പാഡി, നെല്ലിന്റെ ഹൈബ്രിഡ് സീഡ്സ് ഏതൊക്കെയാണ്. ഉജ്ജ്വല, ജ്വാലാമുഖി എന്ന് കേൾക്കുമ്പോൾ അത് ചില്ലിയുടെ ഹൈബ്രിഡ് സീഡ്സ് ആണെന്നും, അന്നപൂർണ അതേപോലെ തന്നെ പവിത്ര എന്നൊക്കെ കാണുമ്പോൾ അത് നെല്ലിന്റെ ഹൈബ്രിഡ് സീഡ്സ് ആണെന്നും ഒക്കെയുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാറുണ്ട്? നിരവധി പ്രാവശ്യം ചോദിക്കാറുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ഏരിയാസ് ആണ് ഇതൊക്കെ. നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചു. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു എനിക്ക് തന്നെ ബോറടിച്ചു. അത്രയും പ്രാവശ്യം ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, യെസ്. അപ്പൊ ഈ ചോദ്യം ഷുവർ ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകരുത്. അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക? എല്ലാവരും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം മനസ്സിലാക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് USS അതേപോലെ സീം കിഡ് സ്കോളർഷിപ്പിനും കൂടെ ആവശ്യം വരും. അപ്പം എല്ലാവരും നല്ല തകർപ്പനായിട്ട് പഠിച്ചു വെക്കുന്നു വിശ്വസിക്കുന്നു. നാളത്തെ പരീക്ഷയ്ക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും എന്താണ് ഓൾ ദി വെരി ബെസ്റ്റ്. ടേക്ക് കെയർ.